ചെമ്പൊന്നിൻ താലികിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്കു മൂക്കുത്തി കല്ലുമിനുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചെണ്ടു വിരിഞ്ഞു പല്ലാക്കു മൂക്കുത്തി കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി ഹോയ് ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്കു മൂക്കുത്തി കല്ലുമിനുങ്ങി ഹോയ് ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഹേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ
ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. സ്നേഹ ഡാൻസ് ഒക്കെ കളിച്ചു. ഇത്തിരിയൊക്കെ പക്ഷെ കളിക്കുമ്പോ മൊത്തം ജഡ്ജസിനെ നോക്കുന്നേന്ന്. അതെന്തായിരുന്നു അവിടെ നോക്കി കളിച്ചേ? ചുമ്മാ അങ്ങനെ അവരാരെങ്കിലും എണീറ്റ് ഓടുന്നുണ്ടോ? നന്നായിരുന്നു സ്നേഹ. ശരത്തേട്ടനെ നോക്കിയിട്ട് ഇനിയും വരാത്തതുണ്ട്. ഞാൻ നോക്കുമ്പോ സ്റ്റെപ്പൊക്കെ ഇടുന്നത് പക്ഷെ മൊത്തം ജഡ്ജസിനെ നോക്കിയാ കളിക്കുന്നയാള്. അയ്യോ സ്നേഹ പാടിയതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഡാൻസാണ്. ടു ബി വെരി ഫ്രാങ്ക്, നന്നായിട്ടുണ്ട്. വെരി നൈസ്. നല്ല ഔട്ട്ഫിറ്റും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചോദിക്കാം അപ്പൊ ശരത് സർ, തുമ്പി ഇതിന്റെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാ കേക്കട്ടെ. ക്രോണിക് ബാച്ചലർ എന്ന് പറഞ്ഞ മൂവിയിൽ നിന്നാണ് ഈ സോങ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് സർ ആണ്. പിന്നെ സിംഗേഴ്സ് MG ശ്രീകുമാർ സർ, ചിത്ര അയ്യർ. പിന്നെ ലിറിക്സ് എഴുതിയത് കൈതപ്രം സർ. നൈസ്. അപ്പൊ നല്ലൊരു ഗുമ്മുള്ള പാട്ട്. ആ സ്നേഹ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. അത് കേൾക്കാനും വളരെ പെർഫെക്റ്റ് ആയിട്ട് അല്ലറച്ചില്ല അത് വിട്ടേക്കാം. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആ അനുപല്ലവി ഈ ഫസ്റ്റ് ചരണം കഴിഞ്ഞിട്ട് വരുന്ന ആ തുണ്ടുപല്ലവിയിലേക്കുള്ള കണക്റ്റൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചരണത്തിൽ അതൊക്കെ പോയി പൊക്കോട്ടെ. ഡാൻസ് അതിമനോഹരം. അല്ലെ ഡാൻസ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. അതാ ഞാൻ ചോദിച്ചത്. ഡാൻസ് താങ്ക് യു സർ. ചേച്ചി സ്നേഹ നല്ലൊരു സുന്ദരി, ഒരു ഡോള് പോലെ ഉണ്ട് കാണാൻ ഈ ഉടുപ്പില്. അതെ, നല്ല നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. നല്ല ചിരിച്ച് ആ ഡാൻസൊക്കെ നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു. ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. കാരണം സ്റ്റേജിലൊക്കെ എപ്പോഴും പാടുമ്പോഴും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പാട്ടാണ്. മോൾ എങ്ങനെ ഇത് ഒറ്റയ്ക്ക് നിന്ന് പാടി ഫലിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു പെർട്ടിക്കുലർലി ഒരു ഡ്യൂവറ്റ് ആകുമ്പോൾ ഈ പാട്ടിനകത്ത് നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെ വോയിസ് എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലാണ്. അപ്പോൾ ശരിക്കും ആ ഡ്യൂവറ്റ് പോലെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു മാജിക്ക് കൂടുതൽ വരുന്നത്. പക്ഷെ മോള് പാടിയപ്പോൾ രസമുണ്ടായിരുന്നു. രണ്ടും മാനേജ് ചെയ്ത് നല്ല ഭംഗിയായിട്ട്. എനിക്ക് അല്ലെങ്കിലേ സ്നേഹയുടെ വോയിസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു ക്യൂട്ട് വോയിസ്, യുണീക്ക് വോയിസ്. അപ്പോൾ ഈ ഒരു വോയിസ് വെച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അപ്പം മോൾ ഈ ഒരു പാട്ട് ഭംഗിയായിട്ട് പാടി. എനിക്ക് നേരത്തെ ഈ ഡാൻസ് ചെയ്തതിൻ്റെ ഈ ഡ്യുവറ്റ് എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ വന്ന് ചെറിയ ശ്രുതി പ്രശ്നങ്ങളാണ് ഫീൽ ചെയ്തത്. അല്ലാതെ മോള് മനോഹരമായിട്ട് പാടി. ആ വോയിസ് ശരിക്കും എൻ്റെ ഹൃദയം കീഴടക്കി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക. സ്നേഹ യെസ് സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. കോറസ് അടിപൊളിയായിരുന്നു കേട്ടോ. കോറസ് കലക്കി. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഹാർമണീസിന്റെ ആ ഒരു സിങ്കും പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കത്തിയിട്ടില്ല. ഞാൻ പാടിയോ? ഞാൻ ബുൾസൈ നൂഡിൽസ്. ഹന എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു? ഹന അല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് നന്ദി പറയാൻ വേണ്ടി എണീറ്റ് ഇങ്ങനെ ആയതാ. അല്ല, ഞാൻ ഞെട്ടിയതല്ല. നന്ദി പറയാൻ വേണ്ടിയിട്ട് അങ്ങനല്ല, എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു. അതല്ലേ വിഫലമായി അല്ലേ? അതല്ലേ സംഭവിച്ചത്? അതാണ്. അത്രേ ഉള്ളൂ. ഹന്നയുടെ ഒരു റീൽ ഇപ്പോൾ വളരെ വൈറലായിട്ട് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ആണോ? വൈറലാണോ ഇപ്പോ? ഇവിടെ വന്നതിന് ശേഷം ഇട്ടിട്ടുള്ള എല്ലാം മില്യൺ അടിച്ചു. എന്നിട്ട് എന്ത് പറയുന്നു പുറത്തുള്ള ആൾക്കാർ? ഇപ്പൊ ഇറങ്ങിയത് മറ്റേ ന്യൂഡിൽസിന്റെയും ബുൾസൈഡയാ. അപ്പൊ അതിനകത്ത് ഷാനിക്ക പറയുന്നുണ്ട് എനിക്ക് ഒരു അനിയൻ കൂടെ ഉണ്ടായിരുന്നേല് കെട്ടിച്ചെന്നേനെ. അപ്പം ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്ന ഭാഗ്യം അങ്ങനൊരു അനിയനില്ല, ഭാഗ്യം അങ്ങനെ മൂന്നാമതൊരു അനിയൻ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും ഭാഗ്യം ഭൂമിയിലേക്ക് വരാനേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അതെ, ചിലപ്പോ എന്റെ ഉമ്മയും അത് പറയുന്നുണ്ടാവും. മോളെ, എനിക്ക് ഒരു പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കടവിൽ നിൽക്കുകയാണ് ഇന്ന് ഓളവും ആണോ ആളവുമാണോ? ഓളവും അല്ലേ? എല്ലാ ആളവും എന്നാ കേട്ടത്. താങ്ക് യു മോളെ. മോളെ നന്നായിട്ട് തന്നെ പാടി. നല്ല പെപ്പി ആയിട്ടുള്ള സോങ് സെലക്ഷൻ തന്നെയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. സ്നേഹ 9 മാർക്സ്. താങ്ക് യു സർ. ഷാനിക 8.9. താങ്ക് യു ഷാനിക. ചേച്ചി. വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സമ്മാനം, ഒരു മാർക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ട്
പൊതിഞ്ഞിട്ട് ഇതാ ഈ ഗാനക്കുടത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. സോ ടോട്ടൽ 17.9.